നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തിരുവാതിര നക്ഷത്രത്തിന്റെ സ്വഭാവ സവിശേഷതകളാണ് ഇന്ന് സംസാരിക്കുന്നത്. ജന്മനാ ഒരു പ്രതിഭാശാലിയും ഉത്തരവാദിത്വങ്ങളോടും കൂറു പുലർത്തുന്നവരും കഠിനാധ്വാനിയും ആയിരിക്കും. വിവിധ വിഷയങ്ങളെക്കുറിച്ച് അറിവ് ലഭ്യമാക്കാനുള്ള അത്യാർത്തി ഉണ്ടാകും. എല്ലാവരോടും മാന്യമായ രീതിയിൽ പെരുമാറുകയും ജീവിതം ആനന്ദപ്രദമാക്കി മാറ്റാൻ ആഗ്രഹിക്കുന്നവരും ആയിരിക്കും. ബിസിനസ് മുതൽ ഗവേഷണം വരെയുള്ള എല്ലാ തൊഴിൽ മേഖലകളിലും തൻ്റെ സാമർഥ്യം ഉപയോഗിച്ച് വിജയത്തിലെത്താൻ സാധിക്കും. ഒരേ സമയം ഒന്നിൽ കൂടുതൽ ജോലി ചെയ്യാനുള്ള കഴിവും ഉണ്ടാകും. വിദേശത്ത് ജോലിക്ക് പോകുന്നതും നല്ലതാണ്. മറ്റുള്ളവരുടെ മനസ്സിലുള്ള ചിന്തകളെ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നതിനാൽ നല്ലൊരു മനഃശാസ്ത്രജ്ഞനാകാൻ കഴിവുണ്ടാകും. എല്ലാ കാര്യങ്ങളും ഗഹനമായി വിശകലനം ചെയ്യുന്നവരും അനുഭവജ്ഞാനം പങ്കുവയ്ക്കാൻ മടിയില്ലാത്തവരും ആയിരിക്കും. ഊർജസ്വലമായ മനസ്സ് ഉള്ളതിനാൽ ഉള്ളിൽ ക്ഷോഭം വരാൻ സാധ്യത ഉണ്ട്. കോപത്തെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ദോഷകരമായി മാറും. മിക്കവരിലും പരീക്ഷണങ്ങളെ തകർത്തെറിയാനുള്ള കഴിവ് ഉണ്ടാകും. അതിനാൽ അനുഭവജ്ഞാനവും പക്വതയും ഉള്ളവരായിരിക്കും. ജീവിത പ്രശ്നങ്ങളെ ഉള്ളിൽ തന്നെ മറച്ചു വെക്കുന്നവരായിരിക്കും. അതുപോലെ ചിലപ്പോഴൊക്കെ ഭാവിയിലെ സമ്മർദ്ദങ്ങളെ കുറിച്ചൊന്നും അറിവില്ലാത്ത നിഷ്കളങ്കനായ ഒരു കുട്ടിയെ പോലെ പെരുമാറും. പ്രശ്നങ്ങളൊക്കെ പക്വതയോടെ പരിഹരിച്ച് അവസാനം വിജയത്തിലെത്തും. നല്ല രീതിയിൽ സംസാരിച്ച് ആളുകളെ ആകർഷിക്കാനും നർമ്മം പറയാനുള്ള കഴിവ് ഉണ്ടാകും. ഭൗതികതയും ആഡംബരവും ആഗ്രഹിക്കും. അതുപോലെ ധാരാളം യാത്രകൾ ചെയ്യാൻ ആഗ്രഹമുണ്ടാകും. ഏതെങ്കിലും ഒരു കാര്യത്തിൽ തീരുമാനമെടുക്കുമ്പോൾ ഇരട്ട ചിന്താഗതി വന്നു ചേരും. മറ്റുള്ളവരെ കളിയാക്കാൻ സമർത്ഥരാണെങ്കിലും ഇവരെ കളിയാക്കുമ്പോൾ ദേഷ്യപ്പെടുകയും വൈരാഗ്യ ബുദ്ധിയോടെ സമീപിക്കുകയും ചെയ്യും. വിരോധമുള്ളവരോട് പക കൊണ്ട് നടക്കുന്നവരും ആയിരിക്കും. മനസ്സിൽ ഈഗോ ഉണ്ടാകും. അതുപോലെ മറ്റുള്ളവരുടെ കുറ്റം കണ്ടുപിടിക്കാനും സമർത്ഥരായിരിക്കും. ഇത് മാറ്റിയെടുത്താൽ ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാകും. തിരുവാതിര നക്ഷത്രത്തിന്റെ പ്രതീകം കണ്ണുനീരാണ്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പ്രതിസന്ധി തരണം ചെയ്ത് മുന്നോട്ട് പോകേണ്ട സാഹചര്യം വന്നു ചേരും. അത് വിവാഹ ജീവിതത്തിലോ രോഗം മൂലമോ ആകാനാണ് കൂടുതൽ സാധ്യത. പ്രണയവിവാഹത്തിൽ കൂടുതൽ താല്പര്യമുണ്ടാകും. സൗന്ദര്യമുള്ള ജീവിത പങ്കാളിയെ ലഭിക്കുമെങ്കിലും അകന്ന് ജീവിക്കേണ്ട സാഹചര്യം വന്നു ചേരും. അതുപോലെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ആദ്യ വിവാഹത്തിൽ ചില പ്രശ്നങ്ങളും വന്നു ചേരും. പ്രണയം നഷ്ടപ്പെടുക, രണ്ട് വിവാഹം നടക്കുക, സാമാന്യ പ്രായം കഴിഞ്ഞുള്ള വിവാഹം, ദമ്പതിമാർ കുറച്ചു കാലം വേർപിരിഞ്ഞ് ജീവിക്കേണ്ടി വരിക, അന്യജാതി അന്യമത പ്രണയം പറയാതിരിക്കുക, ദമ്പതികൾ പരസ്പരം കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുക, ഇങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ദാമ്പത്യ പ്രശ്നങ്ങൾ അനുഭവിക്കേണ്ടി വരും. കലകളിലുള്ള കഴിവ് വികസിപ്പിച്ചെടുത്താൽ ദാമ്പത്യ ദോഷത്തിന്റെ കാഠിന്യം കുറഞ്ഞു കിട്ടും. കല്യാണത്തിന് മുമ്പ് വിശ്വാസമുള്ളവരാണെങ്കിൽ ശേഷം ഈശ്വരവിശ്വാസത്തെ ഉപേക്ഷിക്കാനുള്ള സാധ്യത ഉണ്ട്. എന്നാൽ കല്യാണത്തിന് മുമ്പ് വിശ്വാസം ഇല്ലാത്തവരാണെങ്കിൽ ശേഷം നല്ല വിശ്വാസികളായി മാറാനും സാധ്യതയുണ്ട്. ജീവിത പങ്കാളിയോട് സത്യസന്ധതയും വിശ്വാസ്യതയും പുലർത്തുവാൻ വളരെയധികം ശ്രദ്ധിക്കണം. യഥാർത്ഥ സ്നേഹത്തെ തിരിച്ചറിയാൻ കാലതാമസം നേരിടും. വലിയ വലിയ ആഗ്രഹങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകും. അതിന് പിന്നിൽ പോയാൽ പരാജയം സംഭവിക്കുകയും ചെയ്യും. കടം വാങ്ങി പ്രൗഢി കാണിക്കാൻ താല്പര്യപ്പെടുന്നവരായിരിക്കും. സംഗീതം, മണിനാദം എന്നിവ വളരെയധികം ഇഷ്ടപ്പെടുന്നു. ഏതെങ്കിലും ഒരു കാര്യത്തിൽ അടിമപ്പെട്ട് ജീവിക്കുന്നവരായിരിക്കും. അത് ചായയോ കാപ്പിയോ ലഹരി പദാർത്ഥങ്ങളോ ഓൺലൈൻ ഗെയിമോ ഷെയർ മാർക്കറ്റോ ആകാം. ഞാൻ വലിയൊരു സംഭവമാണ് എന്ന ചിന്ത മനസ്സിലുണ്ടാവുകയും
എന്നെ പോലെ ജീവിക്ക് എന്ന് മറ്റുള്ളവരെ ഉപദേശിക്കുകയും ചെയ്യും. പഴയ വസ്തുക്കളോടോ മറ്റുള്ളവർ ഉപയോഗിച്ചതോ സെക്കൻഡ് ഹാൻഡ് ആയിട്ടുള്ള വസ്തുക്കളെയോ വാഹനങ്ങളെയോ ഇഷ്ടപ്പെടും. പട്ടിയോ പൂച്ചയോ പോലുള്ള മൃഗങ്ങളുടെ കടി ഏൽക്കുകയോ അവരിൽ നിന്ന് ഉപദ്രവം ഏൽക്കുകയോ ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. ചില ആളുകളിൽ ആത്മഹത്യാ പ്രവണത കാണിക്കാറുണ്ട്. കുടുംബത്തിൽ വിഷം കഴിച്ചവരോ തൂങ്ങി മരിച്ചവരോ ഉണ്ടാകും. കുപ്പിച്ചില്ല്, മുള്ള്, ആണി തുടങ്ങിയ മുനയുള്ള വസ്തുക്കളിൽ നിന്ന് അപകടങ്ങൾ സംഭവിക്കാം. സർക്കാരിന്റെ നിയമങ്ങൾക്ക് എതിരായി ചില കാര്യങ്ങൾ ചെയ്യും. കള്ള ആധാരം, ലൈസൻസ്, നിയമാനുസൃതമല്ലാത്ത മറ്റു പ്രവൃത്തികൾ എന്നിവ ചെയ്യാൻ സാധ്യതയുണ്ട്. കുട്ടികൾ ആൾക്കൂട്ടത്തിൽ നിന്നോ ഉത്സവത്തിൽ നിന്നോ ഒറ്റപ്പെട്ടു പോകാൻ സാധ്യത കൂടുതലാണ്. തൊണ്ടരോഗങ്ങൾ, കഴുത്തുവേദന, വീക്കം, ആസ്മ, ചെവി രോഗങ്ങൾ, തൈറോയിഡ്, ഗർഭപാത്രം, യൂറിൻ സംബന്ധമായ രോഗം എന്നിവ ഇവരെ അലട്ടുന്ന ചില ആരോഗ്യ പ്രശ്നങ്ങളാണ്. ബിസിനസ്, പുസ്തകങ്ങൾ, കൊറിയർ, തപാൽ വകുപ്പ്, എഴുത്ത്, പ്രിന്റിംഗ് ആൻഡ് പബ്ലിഷിംഗ്, ടൂറിസം, ഗവേഷണം, തയ്യൽ, ഡിസൈനിങ്, മരുന്നുകൾ, ഗണിതം, വിരലടയാളം, കൈത്തൊഴിൽ, കല, ഡാൻസ്, സംഗീതം എന്നീ മേഖലകളിൽ ജോലി ചെയ്യുന്നത് നല്ലതാണ്. ശുക്രൻ എന്ന ഗ്രഹത്തിന്റെ കർമ്മദോഷം അനുഭവിക്കുന്നവരാണ് തിരുവാതിര നക്ഷത്രത്തിൽ ജനിക്കുന്നത്. ജാതകം വിശകലനം ചെയ്ത് യഥാവിധി പരിഹാരങ്ങൾ ചെയ്താൽ ശുക്രദോഷത്തെ അനുകൂലമാക്കി മാറ്റാൻ കഴിയും. ഗ്രഹനിലയിലുള്ള മറ്റ് ഗ്രഹങ്ങളുടെ ചേർച്ചയ്ക്കനുസരിച്ച് ചില സ്വഭാവങ്ങളിൽ മാറ്റങ്ങൾ സംഭവിക്കാം. നമസ്കാരം.